ശക്തനായിരുന്നു അലി റളിയല്ലാഹു അൻഹു. തങ്ങളെ കൂടെ ഏറ്റുമുട്ടാൻ പറ്റുന്ന യോദ്ധാക്കൾ ആരുണ്ട് ഹംസ എന്ന് ബദറിലെ ശത്രുക്കൾ ചോദിച്ചപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹു ദുൽഫിഖാർ പിടിച്ചു നിൽക്കുന്ന അലിയായിരുന്നു കളത്തിലിറക്കിയത്. അതുപോലെയായിരുന്നു ഹൈബർ യുദ്ധത്തിലും 20 ആൾക്കാരെ പിടിച്ചാൽ പൊങ്ങാത്ത വലിയ കോട്ടവാതിലായിരുന്നു അലി റളിയല്ലാഹു അൻഹു പടച്ചേട്ടയിട്ട് ഉപയോഗിച്ചത്. അത്രമാത്രം ശക്തനായിരുന്നു. പക്ഷേ ഫാത്തിമ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കെട്ടില് അലി റളിയല്ലാഹു അൻഹു പൊക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. എടുത്താൽ പൊങ്ങാത്തോണ്ടല്ല, ഫാത്തിമ റളിയല്ലാഹുവിനെ എടുത്തോണ്ട് നടക്കാനും മടിയിലിരുത്തി ഭക്ഷണം കൊടുക്കാനും ഏറെ ഇഷ്ടമായിരുന്നു. പക്ഷേ മരിച്ചു കിടക്കുന്ന ഫാത്തിമ റളിയല്ലാഹുവിന്റെ അടുക്കൽ ചെന്ന് സഹ്റ അന അലി എന്ന് പറഞ്ഞ് കരയാനല്ലാതെ വേറൊന്നിനും സാധിക്കുന്നില്ലായിരുന്നു. ശക്തനായിരുന്നു അലി റളിയല്ലാഹു അൻഹു. തങ്ങളെ കൂടെ ഏറ്റുമുട്ടാൻ പറ്റുന്ന യോദ്ധാക്കൾ ആരുണ്ട് ഹംസ എന്ന് ബദറിലെ ശത്രുക്കൾ ചോദിച്ചപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹു ദുൽഫിഖാർ പിടിച്ചു നിൽക്കുന്ന അലിയായിരുന്നു കളത്തിലിറക്കിയത്. അതുപോലെയായിരുന്നു ഹൈബർ യുദ്ധത്തിലും 20 ആൾക്കാരെ പിടിച്ചാൽ പൊങ്ങാത്ത വലിയ കോട്ടവാതിലായിരുന്നു അലി റളിയല്ലാഹു അൻഹു പടച്ചേട്ടയിട്ട് ഉപയോഗിച്ചത്. അത്രമാത്രം ശക്തനായിരുന്നു. പക്ഷേ ഫാത്തിമ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കെട്ടില് അലി റളിയല്ലാഹു അൻഹു പൊക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. എടുത്താൽ പൊങ്ങാത്തോണ്ടല്ല, ഫാത്തിമ റളിയല്ലാഹുവിനെ എടുത്തോണ്ട് നടക്കാനും മടിയിലിരുത്തി ഭക്ഷണം കൊടുക്കാനും ഏറെ ഇഷ്ടമായിരുന്നു. പക്ഷേ മരിച്ചു കിടക്കുന്ന ഫാത്തിമ റളിയല്ലാഹുവിന്റെ അടുക്കൽ ചെന്ന് സഹ്റ അന അലി എന്ന് പറഞ്ഞ് കരയാനല്ലാതെ വേറൊന്നിനും സാധിക്കുന്നില്ലായിരുന്നു.